ഹലോ യൂട്യൂബ് ഫാമിലി, കുറച്ച് നാളായി കണ്ടിട്ടല്ലേ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ ടാരറ്റ് റീഡിങ്ങിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും അതിലൂടെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ടാരറ്റ് റീഡിങ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും ഒക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം, ഈ ഒരാഴ്ച തന്നെ ആയിട്ടാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മാവൻ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെയായിട്ട് കുറച്ച് നാളായിട്ട് നെഗറ്റീവായിരുന്നു. അത് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ എനിക്ക് ഒരു ഇൻറ്റ്യൂഷൻ പോലെ വരാറുണ്ട്. എത്ര പേർക്ക് വരുന്നു എന്ന് കമൻറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഈ മരണം സംഭവിക്കാറാവുമ്പോൾ ചെവിയിൽ ഇങ്ങനെ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നവരാരൊക്കെ ഉണ്ട് എന്നൊന്ന് പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ കേൾക്കാറുണ്ട്. കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റാറുമുണ്ട്. കുറച്ച് നാളുകളായിട്ട് ആർക്കും എന്തോ പറ്റുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ക്ലയൻസിന് അറിയാം, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം. മോർ ദാൻ ഫാമിലി, നിങ്ങൾക്കാണ് എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആർക്കും എന്തോ പറ്റാൻ പോവാണെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോ കഴിഞ്ഞ ദിവസമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായത്. എനിവേ, ഞാൻ കഴിഞ്ഞ ഡിസംബറിലും നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ അമ്മയുടെ അനിയത്തി മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു പേഴ്സന്റെ വാല്യൂ, അല്ലെ, ആ പേഴ്സൺ ആ ഫാമിലിയിൽ എന്തായിരുന്നെന്നും ആ പേഴ്സന്റെ ഒരു വാല്യൂ എന്തായിരുന്നെന്നും നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ. എൻ്റെ സൗണ്ട് ഇച്ചിരി മോശമാണ്, എനിക്ക് പനിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ വിഷമം മനസ്സിലാക്കുന്ന, വ്യക്തിയോടുണ്ടായിരുന്ന നമ്മുടെ ഇഷ്ടം, ആ വ്യക്തിക്ക് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആ വ്യക്തി മരിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകുന്നവരെ പിടിച്ചു നിർത്താൻ എന്താണ് സാധിക്കാറില്ല. ഇവിടെ മരിച്ചു പോകുമ്പോൾ, അപ്പം എൻ്റെ ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ അച്ഛനാണ് മരിച്ചത്. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ എന്നോട്, ഞാനിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ആളപ്പോൾ, എന്നോട് സങ്കടത്തോട് ചോദിക്കുകയുണ്ടായി, മരിച്ച വ്യക്തികളെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ, മരിച്ച വ്യക്തികളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ആളിങ്ങനെ ചോദിക്കുകയുണ്ടായപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, മരിച്ച നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സുഹൃത്തോ ആരെങ്കിലും, അമ്മയോ ഒക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലേ എൻ്റെ അമ്മയുടെ അനിയത്തി മരണപ്പെടുകയുണ്ടായി എന്നുള്ളത്. അപ്പം അതുപോലെ ഇതുവരെയായിട്ടും എനിക്കതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാൻ പറ്റുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരാൾ മരിച്ചിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റാതെ അത്രയും ഒരു ട്രോമ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ അടുത്തത് ആളുമായിട്ടായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു അമ്മയുടെ അനിയത്തി, ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ. എൻ്റെ ലൈഫിലെ അത്രയും ട്രോമാറ്റിക് മൊമെന്റ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏക വ്യക്തി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരാൾ? അറിയില്ല, ആർക്കും മിക്കവർക്കും അറിയത്തില്ല. ഒരു സമയത്ത് എൻ്റെ കയ്യും കാലും ഒക്കെ സെൽഫ് ഹാം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന ഒരു സ്റ്റേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് നിപ്പിൽ ട്രെയിന് തലവെക്കാൻ പോയി നടന്നു പോയിട്ടുണ്ട്. എന്താ തലവെക്കാന്ന് ചോദിച്ചാൽ തലവെക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ എന്തോരം വേദനയിലൂടെ ഒരാൾ കടന്നു പോയിട്ടായിരിക്കും ട്രെയിന് തലവെക്കണമെന്ന് പറഞ്ഞ്. അത് എൻ്റെ അന്നത്തെ ആ ഒരു പക്വത അത്രയേ ഉള്ളൂ. അതുകൊണ്ടും കൂടെയാണ് കേട്ടോ, ചെറുപ്പമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി, ഞാനിങ്ങനെ നടന്നു പോവാണ്. എൻ്റെ അമ്മയുടെ അനിയത്തി എനിക്ക് ഓർമ്മയുണ്ട്. ആ റോഡിൽ എങ്ങനെ ആള് പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ അടുത്ത് റോഡിൽ നിന്ന് ഓടി വന്ന് എന്നെ പിടിച്ച് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ചെയ്യല്ലേ, വാ അമ്മയുടെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരാളായിരുന്നു ആ വ്യക്തി. ആ വ്യക്തി ഇന്ന് എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ? ഇന്നിപ്പോൾ എൻ്റെ അമ്മാവനാണ്. ആളുമായിട്ട് ഞാൻ ഒരുപാട് അങ്ങ് അറ്റാച്ച്ഡ് അല്ല, ടു ബി ഫ്രാങ്ക്. പക്ഷെ ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു. ചേച്ചിയുടെ അച്ഛനാണ് മരിച്ചത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്, നിങ്ങളിൽ പലരും അല്ലേ സംസാരിക്കാൻ പറ്റുമോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കേട്ടോ, ഞാൻ അറിവ് വെച്ച് പറഞ്ഞു തരികയാണ്, മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള അവരുടെ എനർജി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഹ്യൂമൻ. നമ്മുടെ ഉള്ളിലൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ദൈവികം എന്ന് നമ്മൾ പറയും അല്ലെ. ആ സ്പിരിറ്റ് എന്താണ്? സ്പിരിച്വൽ തന്നെ സ്പിരിറ്റ് എന്നൊരു വേർഡ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്പിരിറ്റ് മീൻസ് എന്താണ്? ആത്മാവാണ് അല്ലെ. ആത്മീയമായ ബന്ധം, ആത്മബന്ധം, ആത്മാവ്, സ്പിരിറ്റ് അല്ലെ. ഈശ്വരൻ തന്നെ സ്പിരിച്വൽ എനർജി ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലുള്ള ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ട്.
ആ ഒരു സ്പിരിറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് എനർജി ആയിട്ട് മാറുകയും പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് പേടിയാ. അയ്യോ പ്രേതമാണോ? പ്രേതമല്ല, എല്ലാവരും പ്രേതങ്ങളാണ്, പ്രേതമല്ല എന്നല്ല, അതൊരു എനർജിയാണ്. അപ്പോൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു മീ പറ്റും. എൻ്റെ അടുത്ത് അങ്ങനെ മരിച്ചുപോയ അച്ഛനെ കുറിച്ചിട്ട് അറിയണം, മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ചിട്ട് അറിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്കിവിടെ റീഡിങ്സ് വരാറുണ്ട്. ഞാൻ പേടിച്ചിരിക്കാറില്ല, എടുത്തു കൊടുക്കാറുണ്ട്. അത് എടുത്തു കൊടുക്കുന്ന കൊണ്ടും കൂടെയാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് എൻ്റെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ സാധനം ഞാൻ കഴുത്തിലിട്ടിരിക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഒരു കുഞ്ഞാപ്പറി ചരടാ, പക്ഷേ ഈ ചരടിൻ്റെ വില 3000 രൂപ. ഇപ്രാവശ്യം എൻ്റെ പേരൻസ് വേറൊരു ചരടും കൊണ്ട് എനിക്ക് നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് പേടിയാണ്, അവർ വേറൊരു ചരടും കൊണ്ട് വന്നിട്ടുണ്ട്. ആ ചരടിൻ്റെ ഒരു ഏലസാണ്, ചെറിയൊരു ചരടാണ്. അതിൻ്റെ വില 5000 ആണ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും എമൗണ്ട് കൊടുത്തൊരു ഏലസ് വാങ്ങിക്കും. പക്ഷെ നമുക്ക് ആവശ്യമാണെങ്കിൽ പോയി അല്ലേ, അപ്പം നമ്മൾ വാങ്ങിക്കുമായിരിക്കും. എനിവേ, അപ്പോൾ ഇതാണ് അവസ്ഥ. പക്ഷെ ഞാൻ സ്റ്റിൽ ഞാൻ എടുത്തു കൊടുക്കും. എൻ്റെ കടമ, എൻ്റെ വർക്കാണ്, എൻ്റെ പാഷനാണ്, ഞാൻ ഹീലറാണ് കേട്ടോ. അപ്പം മരിച്ചതിനെ കുറിച്ചിട്ട് വലിയ ചെയ്യരുതെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് ഇപ്പം മരിച്ചുപോയ ഒരാൾ, ആ ആളുടെ എനർജി നമ്മുടെ കൂടെ ഉണ്ടോ, അവരുടെ ബ്ലെസ്സിങ് ഉണ്ടോ അല്ലേ, അവരുടെ ബ്ലെസ്സിങ് ഉണ്ടോ, അവർക്ക് എന്താണ്, അവർക്ക് ചാനൽഡ് മെസ്സേജ്. ഞാൻ കഴിഞ്ഞ തവണയൊക്കെ കുറേ എൻക്വയറീസ് എനിക്ക് വന്നിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്നില്ല, കാര്യം ഞാൻ അത്രയും ഫീസ് ഡൗൺ ചെയ്തുകൊണ്ടും കൂടെ ഒരുപാട് പേർക്ക് അത് അഫോർഡബിൾ ആയി, അതുകൊണ്ടായിരിക്കാം എൻക്വയറി വരുന്നുണ്ട്. പക്ഷെ ചാനലിന്റെ മെസ്സേജ് ജീവിച്ചിരിക്കുന്നവരോട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട്. പക്ഷെ എല്ലാവരും കൂടെ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മറന്നേ പോകരുത്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് റിപ്ലൈ തരാനുള്ള സാവകാശം ചിലപ്പോൾ 1, 2, 3, 4, 10 മാസമൊക്കെ ആയിരിക്കും. നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത്, ഈഗോ വെക്കരുത്, ദയവ് ചെയ്ത് ഈഗോ വെക്കരുത്. വീണ്ടും 1 മാസമൊക്കെ ആയിട്ടും മെസ്സേജ് വന്നില്ലേ, വീണ്ടും ഗോ ഓൺ റിപ്പീറ്റിംഗ്, മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ റിപ്ലൈ തരുന്നുണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ചാനലിൻ്റെ മെസ്സേജ് ഒക്കെ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും കേട്ടോ, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ സോൾ ട്രൈബ്, എന്നോട് സ്നേഹമുള്ള, എൻ്റെ വീഡിയോ കാണുന്ന, എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് വേർപെട്ടു എന്നുള്ള ദുഃഖം നെഞ്ചിലേറ്റി നടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. വെറുതെ അല്ല, ആരുടെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കുന്നതും അല്ല. നിങ്ങൾക്ക് ട്രോമയുണ്ട്, പറ്റുന്നില്ലെങ്കിൽ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ. ഇതറിയാനായിട്ട് ഒരുപാട് പേര് സങ്കടത്തോടെ എൻ്റെ അച്ഛനോടൊന്നും മിണ്ടണം, എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം, എനിക്കത് അറിയണം എന്ന് ആകർഷിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഒന്നും ചെയ്യേണ്ട, അവരെക്കുറിച്ച് കുറച്ചു നേരം ഒന്ന് ആലോചിക്കുക. കുറച്ചു നേരം പോസിറ്റീവായിട്ട്. സങ്കടത്തോടെ ആലോചിച്ചാൽ നെഗറ്റീവ് എനർജി വരും. സങ്കടത്തോടെ ആലോചിക്കരുത്, സമാധാനമായിട്ട് നോർമലി കുറച്ചു നേരം കണ്ണുകൾ അടച്ച് അവരുടെ തോട്ട്സിലൂടെ പോവുക. അവരുമായിട്ട് ഷെയർ ചെയ്ത നല്ല മൊമെന്റ്സ് അവരെ ആലോചിക്കുക. ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ പേര് പറയാം, അതും ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ ഫോട്ടോ നോക്കിയിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കുറിച്ചിട്ട് ചിന്തിച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കേട്ടോ, ഒരുപാട് പേര് കാണുന്ന വീഡിയോ ആണ്. ചിലത് റെസനേറ്റ് ആവും, ചിലതൊക്കെ റെസനേറ്റ് ആവില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അവർക്ക് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു ചാനൽഡ് മെസ്സേജ് കേട്ടോ, ഈ വീഡിയോ കാണുന്ന ആൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽഡ് മെസ്സേജ് ഞാനിവിടെ എടുക്കാൻ പോവാണ്. സോ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ ആലോചിക്കാം. മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യക്തി ആലോചിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ആ ഒരു വ്യക്തി, അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരാഗ്രഹിക്കുന്ന മരണപ്പെട്ട വ്യക്തി, അവർ ചിന്തിക്കുന്ന മരണപ്പെട്ട വ്യക്തി അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണം, ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, എനിക്ക് ഓവറോൾ എനർജി 2 of Wands ആണ് വരുന്നത്. കുറച്ച് സമയം തരണം കേട്ടോ. യൂട്യൂബിലൊക്കെ ഫാസ്റ്റായിട്ട് ഞാൻ റീഡിങ് എടുക്കുന്നു, എന്തുകൊണ്ടോ നേരിട്ട് എടുക്കുന്നില്ല. യൂട്യൂബിൽ ഫാസ്റ്റ് ഒന്നും അല്ല. ഞാൻ കുറച്ചു നേരം വീഡിയോ ഓഫാക്കി വെച്ചിട്ട് റീഡിങ് മൊത്തം നോക്കി ഇരുന്നിട്ടാണ്
പിന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നേരിട്ട് റീഡിംഗ് എടുക്കുമ്പോൾ മനസ്സിലാവും, കുറച്ച് സമയം എടുക്കും റീഡിങ്ങിന്. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഇവിടെ. ജഡ്ജ്മെന്റിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ളത് 5 ഓഫ് സോർഡ്സ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ ഹാങ്ഡ് മാൻ, അതിന്റെ ക്ലാരിഫിക്കേഷൻ 6 ഓഫ് വാൺസ്. ഇവിടെ ഹയറോഫന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഹയറോഫന്റ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് ടവർ ആണ്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് ചാരിയറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഈ കാർഡ്സ് ഒന്ന് നോക്കട്ടെ. കാർഡ്സ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളോട് അവർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് പറയുന്നുണ്ടാവും. അവർക്ക് പറയാനുള്ള കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ കേട്ടോ, ഒരു മെസ്സേജ് പോലെ. ഇവിടെ ഞാൻ എന്താണ് കൊടുത്തിരിക്കുന്നതെന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം അവര് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വായിച്ചൊന്ന് പോസ് ചെയ്ത് വായിച്ചിട്ടൊക്കെ കേട്ടാൽ മതി കേട്ടോ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ നിങ്ങളുടെ അവസ്ഥ, ഈ വീഡിയോ നിലവിൽ കാണുന്ന വ്യക്തിയുടെ അവസ്ഥ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ആത്മബലം ഉണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങൾ അറിയാതെ അല്ല നിങ്ങൾ അറിഞ്ഞും ഒക്കെ നിങ്ങൾക്കൊരു ബലമുണ്ട്, ഒരു ആത്മബലം. ആ ആത്മബലം നിങ്ങൾക്കുണ്ടെന്നുള്ളത് അവർക്കറിയാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷെ പാസ്റ്റിൽ നേരത്തെ തെറ്റായ വ്യക്തികളെ വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാണ്ട് നിങ്ങളത് വിശ്വസിച്ചിട്ടുണ്ടാവാം എന്ന് കാണും. അവരങ്ങനെയാണ് പറയുന്നത്. നീ ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ നിന്റെ ആത്മബലം ഞാൻ അറിയുന്നു അല്ലേ. നീ തെറ്റായ വ്യക്തികളെ വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കി നീ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. നീ ഒരുവിധം നീ പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ എവിടേക്കോ നീ സ്റ്റക്കാണ്. നീ എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിനക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. നിന്റെ കഠിനാധ്വാനം എന്താണോ ആ കഠിനാധ്വാനത്തിന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിന്റെ മനസ്സിലുള്ള കുറച്ച് രീതികളും കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അല്ലെങ്കിൽ മേ ബി ഹയറഫന്റ് വന്നിട്ടുണ്ട്, കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് തകർന്നു പോയിട്ടുണ്ടാവാം. നീ ചിന്തിച്ചിരുന്ന രീതികളോ ആളുകളോ കാര്യങ്ങളോ ഒന്നും ആവില്ല നിനക്ക് ചുറ്റും നടന്നത്. ഒരു പക്ഷേ നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ, നിനക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവാം. റീസൺലി അല്ലെങ്കിൽ നേരത്തെയൊക്കെ ആയിട്ട് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇതൊരു ഷോക്കായിരുന്നു, പക്ഷേ നിനക്കിതൊക്കെ ഓവർകം ചെയ്തു പോകാൻ പറ്റും. നിന്റെ മാർഗം ശരിയാണ്. നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ശരിയാണ്. നിന്റെ മാർഗം ശരിയാണ്. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിനക്കൊപ്പം ഞാനുണ്ട് അല്ലേ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്ന് കരുതണ്ട. ഈ കാണുന്ന ആള് കേട്ടോ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് കരുതണ്ട. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തായാലും സ്നേഹമാണ്, ഒരുപാട് സ്നേഹമാണ്. ഒരു പിണക്കോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നിങ്ങൾ തെറ്റായ എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ആളുകളെ വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് ഇത്രയും നാള് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ജെന്യുവിൻ ആയിരുന്നിരിക്കണം എന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. അടുത്തൊരു കാര്യം ഓവറോൾ പറയുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു വിധത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്, സ്റ്റിൽ നിങ്ങൾ എവിടേക്കോ സ്റ്റക്കായ അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി നിങ്ങൾക്കൊരു സക്സസ് ലൈഫിലുണ്ടാകും എന്നുള്ളതാണ് കാര്യം. പെട്ടെന്ന് എടുപിടിന്ന് താഴേക്ക് വീണതോ, എടുപിടിന്ന് ഒരു ഷോക്ക് ഉണ്ടായതോ, എടുപിടിന്ന് എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തെറ്റെന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയോ ഷോക്കിംഗ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പോകുന്ന റൂട്ട് ക്ലിയർ ആണ്. നിലവിൽ നിങ്ങളുടെ പാത ശരിയാണ്. നിങ്ങൾക്കൊപ്പം അവരുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊപ്പം എന്താണ് ആളുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയെന്നൊരു ഫീല് വന്നാൽ എന്നോട് പറയാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും
ഞാൻ എടുക്കുന്ന പോലെ കുറച്ച് ക്ലൂസ് എടുത്തു തരാം കേട്ടോ. നിങ്ങളുടെ ക്ലൂസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ വീണതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ജയ്പൂർ എന്നാണ്. അപ്പോൾ ജയ്പൂരിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ദ ഫസ്റ്റ് ക്ലൂ ഇസ് ഫോർ യു. ഇനിയും കുറച്ച് ക്ലൂസ് കൂടെ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. എന്തൊക്കെയാ വരിക എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ മദർ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ്, ഇവർ ആഗ്രഹിച്ച ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇവർക്കൊരു കൺഫർമേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇവർ ആണ് എന്നുള്ള ഒരു കൺഫർമേഷൻ ഇവർക്ക് കൊടുക്കാനുള്ള കുറച്ച് ക്ലൂസ്. ഓൾറൈറ്റ്. പത്മ എന്നൊരു പേരെൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. ഫിൻലാൻഡ്, ഓറിയോ, സോളമൻ ഐലൻഡ്, സൗത്ത് ആഫ്രിക്ക, ജർമ്മനി. പല കൺട്രീസിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസൊനേറ്റ് ആയാൽ കമൻറ്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് 63. ആ മരിച്ചുപോയ ആളുടെ ഏജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ്, ഇല്ലെങ്കിൽ മേ ബി 63 അല്ലെങ്കിൽ 36. ആൻഡമാൻ ആൻഡ് നിക്കോബാർ. നെക്സ്റ്റ് റാഞ്ചി. എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കേട്ടോ ഒരു ക്ലൂ. മോഹിനി, എൻ്റെ മനസ്സിൽ വന്നതാണ് മോഹിനി. 96 അല്ലെങ്കിൽ 69. അടുത്തത് എം എന്നൊരു വേർഡ് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. എം. അടുത്തത് കംബോഡിയ. മാർച്ച് എന്ന് എനിക്ക് കാണുന്നുണ്ട്. മൊറോക്കോ. ത്രീ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. 3. മേരി എന്ന് കാണുന്നു. മേരി. ഒരു പക്ഷേ നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കാം. നിങ്ങൾ മദർ മേരിയെ ട്രസ്റ്റ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന, മാതാവിനെ പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. ആ പേഴ്സൺ ക്രിസ്ത്യൻ ആയിരിക്കാം. ക്രിസ്ത്യൻ ടച്ച് വരുന്നുണ്ട്. 61 അല്ലെങ്കിൽ 16 എന്നും ആകാം. പ്രൊഫസർ എന്ന് കാണിക്കുന്നു കേട്ടോ. രാജ്കുമാർ. നിങ്ങളുടെ പേരോ മരിച്ചവരുടെ പേരോ അവരുടെ റിലേറ്റീവ്, അവരുടെ അച്ഛനമ്മ, കുട്ടി, ആരെങ്കിലും ഒക്കെ പേരാവാം. എനിക്ക് തോമസ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ 41 എന്ന് കാണിക്കുന്നു. 41, 14. ഹിന്ദു എന്ന് കാണിക്കുന്നു. നിങ്ങളൊരു ഹിന്ദു ആയിരിക്കാം, ഇല്ലെങ്കിൽ അവരൊരു ഹിന്ദു ആയിരിക്കാം. എനിവേ, ഇസഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇസഡ് എന്നും എനിക്കിവിടെ എൻ എന്നും കണ്ടു കേട്ടോ. അപ്പൊ എൻ എന്ന ലെറ്ററോ ഇസഡ് എന്ന ലെറ്ററോ ഒക്കെ മേ ബി അവരുടെ പേരിലോ നിങ്ങളുടെ പേരിലോ ഒക്കെ ഉണ്ടാവാം. ജെ എന്ന് കാണിക്കുന്നുണ്ട്. ജെ. അടുത്തത് എക്സ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എക്സ്. മിസോറം എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് തുലാം രാശി. നിധിൻ കേട്ടോ. നിധിൻ എന്നാണ്. നിധിൻ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് മേ ബി നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവാം. അടുത്തത് ഫിജി എന്ന് കാണിക്കുന്നുണ്ട്. ഫിജി. വിർഗോ, സോഡിയാക് സൈൻ വിർഗോ. വിർഗോസ് ഒക്കെ മിക്കവാറും സെപ്റ്റംബറിലും ഒക്കെ ആയിട്ട് ജനിക്കുന്നവരാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ഫ്രെയിമാണ്. ഞാൻ ടൈം ഫ്രെയിം മറന്നു. കുംഭം രാശി. കുംഭം. മൈസൂര്. ഉഗാണ്ട. 99. അവരുടെ ഫോൺ നമ്പർ, വണ്ടിയുടെ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ. യു എന്ന് കാണിക്കുന്നുണ്ട്. യു. ഇതിലെല്ലാ ക്ലൂസും ഒന്ന് റെസനേറ്റ് ആവണമെന്നില്ല. ഏതെങ്കിലും ഒന്നോ ഒക്കെ മതി. അശ്വതി നക്ഷത്രം.
അശ്വതി നക്ഷത്രം. പിന്നെ 60 എന്ന് കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 60s ആളാണോ? 64 കേട്ടോ. 64, 46 ഇത്രയൊക്കെയാണ് എനിക്ക് കാണുന്നത്. എനിവേസ് ഈ ക്ലൂസിൽ വലിയ കാര്യമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നു, ഇനി നിങ്ങൾക്ക് ക്ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി പേര് വീഡിയോസ് കാണുന്നതാണ്. അപ്പം ഞാൻ 10-20 ക്ലൂസ് എടുത്തിട്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒത്തിരി ക്ലൂസ് ഉണ്ട് സ്റ്റിൽ കേട്ടോ. ഉത്രം നക്ഷത്രം കുറച്ച് ക്ലൂസും കൂടെ തരാം ഇൻ കേസ് നിങ്ങൾക്ക് ക്ലൂസ് വേണമെങ്കിൽ. പി എന്ന് പറയുന്ന ഒരു ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. പി എന്ന് പറയുന്ന ലെറ്റർ 15 അല്ലെങ്കിൽ 51, 43 അഥവാ 34. അരുൺ. ദമൻ. ജമ്മു ആൻഡ് കശ്മീർ 97 അല്ലെങ്കിൽ 79. സജിറ്റേറിയസ് സോഡിയാക് സൈൻ. നിങ്ങളുടെ ആവാം, അവരുടെ ആവാം, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ ആകാം. ഡിസംബർ സമയം, ഡിസംബർ, നവംബർ, ജാനുവരി ഈ 3 ഏതൊക്കെയോ ആണ് സജിറ്റേറിയസ് കേട്ടോ. മാതാവെന്ന് വീണ്ടും കണ്ടു. മാതാവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. 66. സുജനി എന്നൊരു പേര് കണ്ടു കേട്ടോ. സുജനി. UK. കാനഡ. ആലപ്പുഴ. എനിക്ക് റെസനേറ്റ് ആയി. എൻ്റെ അമ്മയുടെ അനിയത്തിയാണെങ്കിലും ആലപ്പുഴക്കാരിയാണ്. എൻ്റെ അമ്മാവൻ, അങ്കിള്. ക്യാൻസർ സോഡിയാക്. 27 ഇല്ലെങ്കിൽ 72 എന്ന് കണ്ടു. 27 അല്ലെങ്കിൽ 72. 45 ഇല്ലെങ്കിൽ 54. പൂരം നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം. ലാസ്റ്റ് ത്രിപുര. സോ ഇത്രയാണ്. വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലൂസ് എടുത്തതാണ്. ക്ലൂസിൽ ഞാൻ പറഞ്ഞു വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് വീഡിയോ ഇസ് ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും